എന്നും ഒരേ രീതിയിലല്ലാതെ പഴംപൊരിയുടെ ബാറ്ററിലൊന്ന് വ്യത്യസ്തപ്പെടുത്തി നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ 2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 കപ്പ് കടലമാവ്, അര കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക കേട്ടോ. പിന്നെ ഒരു കോഴിമുട്ട ചേർത്ത് കൊടുക്കുക. ഒരു സവാള ചെറുതായി കുത്തി അരിഞ്ഞതും 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കൂടുതലായിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുക. പിന്നെ ചില്ലി ഫ്ലേക്സും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ പഴംപൊരിക്ക് ബാറ്റർ തയ്യാറാക്കുന്ന പോലെ തന്നെ ഇതും തയ്യാറാക്കി എടുക്കുക കേട്ടോ. 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് മിക്സ് ആക്കിയിട്ട് ഒരു 15 മിനിറ്റ് നേരം നമ്മളത് വെച്ച് കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ ഇത് സാധാരണ പഴം പൊരിച്ചെടുക്കുന്ന പോലെ തന്നെ പഴത്തിൻ്റെ പീസ് എടുത്തിട്ട് ഓയിലിലേക്ക് മാവ് മുക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ തിരിച്ചു മറിച്ചിട്ട് നമ്മൾ പഴംപൊരി തയ്യാറാക്കിയെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ്, ഒരു വ്യത്യസ്ത ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ആക്കി നോക്കുക. നല്ല ഭംഗിയില്ലേ കാണാൻ. അപ്പോൾ ബൈ ബൈ, താങ്ക് യു.